بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. إن لنفسك عليك حقا وإن لأهلك عليك حقا. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സഹോദരങ്ങൾ, വളരെ പ്രധാനപ്പെട്ട മജ്‌ലിസാണല്ലോ ഇത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് യുവത്വം. SYSൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് യുവാക്കളുടെ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ വളർന്നു വന്ന യുവാവ് അർശിൻ്റെ തണലുള്ള 7 വിഭാഗത്തിൽ പ്രധാനപ്പെട്ട വിഭാഗമാണ്. ഏത് പ്രസ്ഥാനത്തിൻ്റെയും വിജയത്തിന് പിന്നിൽ പ്രധാനമായും വർത്തിക്കുന്നത് അതിലെ യുവാക്കളാണ്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രബോധനം വളരെ ദുർഘടമായിരുന്ന സാഹചര്യങ്ങളിൽ ഇസ്ലാം വിരോധികളുടെ പീഡനങ്ങളും പരിഹാസങ്ങളും അക്രമങ്ങളും വർദ്ധിത തോതിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ, അന്നത്തെ അറേബ്യൻ യുവത്വത്തിൻ്റെ പ്രതീകങ്ങളായിരുന്ന ധീരരും വീരരുമായിരുന്ന 2 പേരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നു ഹിശാം എന്ന അബൂജഹൽ. ഈ രണ്ടാൽ ഒരാൾ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നൽകി ഇസ്ലാമിന് നീ ശക്തി നൽകണം എന്ന് ദുആ ചെയ്തു. ആ ദുആഇൻ്റെ ഇജാബത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന അന്നത്തെ യുവാക്കളുടെ ഏറ്റവും മുൻനിരയിലുണ്ടായിരുന്ന നേതാവ് ഇസ്ലാമിലേക്ക് വന്നത്. പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ശ്രദ്ധിക്കാൻ പറഞ്ഞ ഒരു കാലഘട്ടമാണ് യുവത്വത്തിൻ്റെ കാലം. സമയം വളരെ പ്രധാനമാണ്. ടൈം മാനേജ്മെൻറ്റ് അത് മുസ്ലിംകളായാലും അല്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്ന ഒരു കാര്യമാണ്. ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് പ്രസിദ്ധമാണ്. 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നന്നായി ചൂഷണം ചെയ്തു കൊള്ളുക. ഹയാതക ഖബ്ല മൗതിക. മരണം വരും എല്ലാവർക്കും. ഇവിടെ സംശയമില്ലാത്ത ഒരേ ഒരു കാര്യം അതാണ്. വിശ്വാസിക്കും അവിശ്വാസിക്കും അതിൽ സംശയമില്ല. മരണമുണ്ടാകും. അതിനു മുമ്പ് നിൻ്റെ കുറഞ്ഞ കാലത്തെ ജീവിതം നീ അത് ഗനീമത്തായി എടുത്തുകൊള്ളുക. ഗനീമത്ത് സമരമുഖത്ത് ലഭ്യമാകുന്ന യുദ്ധമുതലാണ്. നിനക്ക് വലിയ ഗനീമത്തായ ഒരു സംഗതിയാണ് ജീവിതം. അത് നീ നന്നായി ചൂഷണം ചെയ്താൽ വലിയ ഒരു ഗനീമത്ത്. രണ്ടാമത്, ആ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില സംഗതികളെ എടുത്തു പറയുകയാണ്. വസിഹതക ഖബ്ല സഖമിക. ആരോഗ്യകാലം നീ നന്നായി ചൂഷണം ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. രോഗം വരും. സ്വാഭാവികമായി നമ്മുടെ യുവത്വത്തിൻ്റെ ചോരത്തിളപ്പൊക്കെ അങ്ങോട്ട് മാറുമ്പോൾ പലവിധ രോഗങ്ങൾ നമ്മെ തേടിയെത്തും. ഇപ്പോൾ ജീവിതശൈലീ രോഗങ്ങൾ യുവാക്കൾക്കും സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. അതും പരിശുദ്ധ ദീനിൻ്റെ അധ്യാപനങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ വേണ്ട വിധത്തിൽ പകർത്താത്തത് കൊണ്ടാണ് ശാരീരിക അവശതകളും ഈ പ്രായത്തിൽ നമ്മെ തേടിയെത്തുന്നത്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് വസിഹതക ഖബ്ല സഖമിക. ആരോഗ്യം, രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യകാലം നന്നായി ഉപയോഗപ്പെടുത്തുക. രോഗം വരുമ്പോഴാണ് പല ടാസ്കുകളും നമുക്ക് തീർക്കാനുണ്ടല്ലോ, ഉണ്ടായിരുന്നല്ലോ, അതിനൊന്നും അവസരം കിട്ടിയില്ലല്ലോ എന്ന് നമുക്ക് വേദനയുണ്ടാകുന്നു. എന്നാൽ യുവത്വം നന്നായി ചെലവഴിച്ചാൽ അവശതകൾ വരുമ്പോൾ നമുക്ക് കാര്യമായി ചെയ്യാനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ പോലും നല്ല കാലത്ത് നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്തിരുന്നാൽ രോഗം കൊണ്ടോ അവശത കൊണ്ടോ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തുല്യമായ പ്രതിഫലം നമ്മുടെ ഹസനാത്തിൻ്റെ കിതാബുകളിൽ രേഖപ്പെടുത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിനാകുന്ന കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത്, ഒഴിവുള്ള സമയത്തിൽ നാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പേഴ്സണലായിട്ടുണ്ട്, സാമൂഹികമായിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. അതൊക്കെ ആരോഗ്യമുള്ള കാലത്ത് നന്നായി അധ്വാനിച്ചു അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറെയുണ്ടല്ലോ. എങ്കിൽ രോഗാവസ്ഥയിൽ അതിനൊന്നും സാധിക്കാത്ത സമയത്ത് അതേ അമലുകൾ ചെയ്ത പോലെ, ചെയ്തുകൊണ്ടേയിരിക്കുന്നത് പോലെ അല്ലാഹു തആല അതിന് കൂലി നമുക്ക് രേഖപ്പെടുത്തും. വസിഹതക ഖബ്ല സഖമിക. സമയം പ്രധാനമാണ്. നിൻ്റെ യുവത്വകാലം, നിൻ്റെ ആരോഗ്യകാലം രോഗം വരുന്നതിന് മുമ്പ് നന്നായി ഉപയോഗപ്പെടുത്തുക. മൂന്നാമതായി പറഞ്ഞത് വഫറാഅക ഖബ്ല ശുഗ്ലിക. ഒഴിവ് സമയങ്ങളുണ്ടാകും, അത് നീ നന്നായി ഉപയോഗപ്പെടുത്തണം. ഖബ്ല ശുഗ്ലിക. നിനക്കൊഴിവില്ലാതെ വരുന്ന, മശ്ഗൂലാകുന്ന കുടുംബവും മറ്റ് ഉത്തരവാദിത്തങ്ങളും മറ്റുമൊക്കെ നമ്മുടെ തലയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പൂർണ്ണമായി അങ്ങ് മുഴുകിപ്പോകുന്നതിന് മുമ്പ് അന്ന് പിന്നെ കൂടുതൽ സമയം കിട്ടൂല. പല കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയങ്ങളുണ്ടാകും, മക്കളുടെ വിഷയങ്ങളുണ്ടാകും, കല്യാണമുണ്ടാകും,
വീട് നിർമ്മാണമുണ്ടാകും, പിന്നെ അതിനപ്പുറത്തേക്ക് അങ്ങനെ കുറേ പോകും. അതിനു മുമ്പ് ഒഴിവുള്ള സമയം, വിദ്യാർത്ഥി കാലഘട്ടം, അതുപോലെ ഷോലുകൾ കൂടുതൽ വരുന്നതിന് മുമ്പ് പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയും. അത് ബുദ്ധിപൂർവ്വം ചെലവഴിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇതിലെല്ലാം ഉപരി വശബാബക ഖബ്ല ഹറമിക്, യുവത്വം നന്നായി ചെലവഴിക്കണം. നാം ആ കാലഘട്ടത്തിൽ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ യുവാക്കളാണ്, വൃദ്ധന്മാർ ഇതിൽ കാണാനില്ല. ഈ ശബാബ് വളരെ പ്രധാനപ്പെട്ട കാലമാണ്. നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിൻ്റെ യുവത്വം നന്നായി ചെലവഴിച്ചോ, അത് നിനക്ക് ഉപകാരപ്പെടും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ യുവത്വം സംഭവബഹുലമായി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റക്കും കൂട്ടായും നമ്മുടെ ഈ കൂട്ടായ്മക്ക് എത്രയധികം കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാനുള്ളത്, എത്രയധികം ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാന്ത്വനം SYSൻ്റെ അതുപോലെ സ്ഥാപനങ്ങൾ നടക്കുന്നു. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമാണ്. സാമൂഹിക സേവനങ്ങളിൽ നാം മുമ്പിലുണ്ട്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ വജ്ഹ് നിയ്യത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നാം നമ്മുടെ ജീവിതം, യുവത്വകാലം കാര്യമായി ചെലവഴിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രത്യേക ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. അതാണ് തുടക്കത്തിൽ പറഞ്ഞ അർശിൻ്റെ തണൽ കൊടുക്കപ്പെടുന്ന ആളുകൾ, ശാബുൻ നശഅ ഫീ ഇബാദത്തില്ല. ഞങ്ങൾ ബദരീങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. നമ്മുടെ അഭയവും അവർ തന്നെയാണ്. ബദരീങ്ങളുടെ പ്രായം പരിശോധിച്ച് നോക്കിയിട്ടുള്ളവർക്കറിയാം, മിക്ക ആളുകളും യുവാക്കളാണ്. 17, 18, 20, 21 വയസ്സുള്ള യുവാക്കളാണ് ബദരീങ്ങൾ. നമ്മളവരെ പ്രായം ചെന്ന നേതാക്കന്മാരാണ്, ബദറിൽ പങ്കെടുത്തവരും ഷഹീദായവരും എന്ന് വിചാരിക്കേണ്ട. നമ്മുടെ ഈ പ്രായമായവർ നമ്മുടെ അനുജന്മാരാകാൻ മാത്രം പ്രായമുള്ളവർ, അവരാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഈ പ്രയാണത്തിൽ ഏറ്റവും വലിയ നെടുനായകത്വം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് വഹിച്ചിട്ടുള്ളത്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത ഫലൻ തുഅബദ് അലാ ലഹ്രിൽ അർളി അബദൻ, ഫലൻ തുഅബദ അലാ ലഹ്രിൽ അർളി അബദൻ. എത്രമാത്രം ഭീകരമായിരുന്നു ബദർ യുദ്ധം നടന്ന സാഹചര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കുകളിലുണ്ട്. അല്ലാഹുവേ, ഈ ഒരു ചെറു സംഘമുണ്ടല്ലോ ഇന്ന് ബദറിൽ പങ്കെടുക്കുന്ന, ഇവരെങ്ങാനും ഇന്ന് മരിച്ചുപോയാൽ സർവായുധ വിഭൂഷിതരായി ഇസ്ലാമിനെ അടിവേരറക്കാൻ വേണ്ടിയാണ് അബൂജഹലും കൂട്ടരും വന്നിട്ടുള്ളത്. തുടക്കത്തിൽ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്താൻ എന്ന ഉദ്ദേശത്തിൽ ഒരുങ്ങിയ ഖുറൈശികൾ അബൂ സുഫിയാനും കൂട്ടരും രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അതിനെ കാരണവന്മാർ ഉപദേശിച്ചു, ഇനി നമ്മൾ പോകണ്ട യുദ്ധത്തിന്, നമ്മുടെയൊക്കെ ചോരയല്ലേ മുഹമ്മദും കൂട്ടരും സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അബൂജഹൽ സമ്മതിച്ചില്ല, അത് പറ്റില്ല, ഇനി അവരെ ഈ ഭൂമിയിൽ വെച്ചേക്കാൻ പറ്റില്ല മുസ്ലിംകളെ. നമ്മുടെ അബൂ സുഫിയാനും കൂട്ടരും രക്ഷപ്പെട്ടെങ്കിലും മുസ്ലിംകളെ അടിവേരറുത്തിട്ട് മാത്രമേ ഇനി നമുക്ക് വിശ്രമമുള്ളൂ എന്ന ദൃഢനിശ്ചയത്തിൽ ബദറിലേക്ക് വന്നവർ തമാശക്ക് വന്നവരായിരുന്നില്ല. അവിടെ പറയുന്നത്, അല്ലാഹുവേ, ഈ ചെറു സംഘത്തെ നീ ഹലാക്കാക്കിയാൽ ഇനി ലോകത്ത് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ആളുണ്ടാവില്ല. അല്ലാഹു തആല രക്ഷപ്പെടുത്തി ഈ ഉമ്മത്തിനെ ഇത്രയും ഇസ്സത്തോടുകൂടെ കോടാനുകോടിയുള്ള മുസ്ലിമീങ്ങൾ ഈ ലോകത്ത് ഇസ്സത്തോടുകൂടെ
ജീവിക്കുന്നതിന് അവസരമൊരുക്കിയ ബദരീങ്ങൾ നമ്മുടെ പ്രായക്കാരോ നമ്മുടെ അനുജന്മാരോ ഒക്കെയായിരുന്നു. ശബാബക ഖബ്ല ഹറമിക്, നിനക്ക് വാർദ്ധക്യം വരും, അതിനു മുമ്പ് നിൻ്റെ യുവത്വം നന്നായി ചെലവഴിച്ചോ. ഇത് നമ്മോടുള്ള പ്രത്യേക ഉപദേശമാണ്. യുവാക്കളായ നമുക്ക് ഇവിടെ ചെയ്യേണ്ട ടാസ്കുകളൊക്കെ യുവാക്കളാണ് ഏറ്റെടുക്കേണ്ടത്. അവർക്ക് തന്നെയാണ് ഇതിന് സാധിക്കുക. പ്രായം ചെന്നവർ, വാർദ്ധക്യം വന്നവർ, അവർക്ക് അവശതകളുണ്ട്. അവർ സ്വന്തം കാര്യങ്ങളിൽ തന്നെ അവരെ മറ്റുള്ളവർ സഹായിക്കേണ്ടി വരുമ്പോൾ സമൂഹത്തെ സേവിക്കാൻ അവർക്ക് പരിമിതികളുണ്ട്. നമുക്കാണ് അതിനവസരം. നമ്മുടെ ഇന്നത്തെ കാരണവന്മാർ, നമ്മുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഉലമാക്കൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, സുൽത്താനുൽ ഉലമ, റയീസുൽ ഉലമ, അല്ലാഹു തആല അവർക്കും നമ്മുടെ ഉന്നത നേതൃത്വത്തിനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവരുടെ യുവത്വകാലത്ത് അവർ പടയോട്ടം നന്നായി നയിച്ചവരാണ്. അവർ വിശ്രമിക്കാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത്, അതാണ് നാം ഇന്ന് തല ഉയർത്തി സുന്നത്തി ജമാഅത്തിൻ്റെ പേരിൽ, സുന്നി എന്ന പേരിൽ നമുക്ക് ഇസ്സത്തോടുകൂടെ തല ഉയർത്തി കേരളക്കരയിൽ നടക്കാൻ സാധിച്ചത്. സുൽത്താനുൽ ഉലമയുടെയും താജുൽ ഉലമ നവ്വറല്ലാഹു മർഖദ, ആ മഹാന്മാരുടെ എല്ലാം നേതൃത്വത്തിൽ നടന്ന സുന്നി ജാഗരണമാകുന്നു അതിന് ഈ അടുത്ത കാലത്ത് വഴിവെച്ചത്. അതിനു മുമ്പ് സുന്നി എന്ന് പറയാൻ സുന്നികൾക്ക് പ്രയാസമായിരുന്ന പല നാടുകളുമുണ്ട്. സുന്നിയാണോ എന്ന് ചോദിച്ച് അവരെ പരിഹസിക്കപ്പെടുമായിരുന്നു. ഇന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിൽ നിൽക്കുന്നവർക്ക് ഇസ്സത്തുണ്ട്. ആ ഇസ്സത്ത് കളഞ്ഞു കുളിക്കാൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് സുന്നത്ത് ജമാഅത്ത് ഉത്തരവാദിയാകില്ല എന്ന് മാത്രം. വഗിനാക ഖബ്ല ഫഖരിക്. അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിൻ്റെ ഗിന, ഐശ്വര്യം, സമ്പത്ത്, നീ ദരിദ്രനാകുന്നതിന് മുമ്പ് നിൻ്റെ സമ്പത്ത് നീ ചൂഷണം ചെയ്ത് അതിൻ്റെ നന്മ, നിൻ്റെ ഉഖ്റവിയായ നന്മയ്ക്ക് വേണ്ടി, ആത്മീയമായ നന്മയ്ക്ക് വേണ്ടി നിൻ്റെ ഗിന നീ ചെലവാക്കണം. ആ നിലക്ക് നമ്മുടെ ജീവിതം നന്നായി ആസൂത്രണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഈ കാര്യമാണ്. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലമാകുന്നു സാക്ഷി, കാലമാകുന്നു സത്യം. മനുഷ്യർ പരാജയത്തിലേക്കാണ് പോകുന്നത്. ആരൊക്കെയാ പരാജയത്തിലേക്ക്? അൽ ഇൻസാൻ, മുഴുവൻ മനുഷ്യരും പരാജയത്തിലാണ്. കുറച്ചാളുകൾ മാത്രം ഒഴിവ്. ഇല്ലല്ലദീന ആമനൂ, സത്യവിശ്വാസം കൈക്കൊള്ളുകയും വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ ഒഴിച്ച് മറ്റെല്ലാം നാശത്തിലേക്കാണ് പോകുന്നത്. വതവാസൗ ബിൽ ഹഖ്, സത്യത്തിൻ്റെ സഹകാരികളും പരസ്പരം ഉപദേശികളുമായി അതിനുവേണ്ടി ശബ്ദിച്ച ആളുകൾ ഒഴികെ. വതവാസൗ ബിസ് സബ്ർ, അള്ളാഹുവിൻ്റെ ദീനിന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അത് ക്ഷമിക്കാൻ പരസ്പരം ഉപദേശിച്ച്, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികൾ അത് തരണം ചെയ്യാൻ പരസ്പരം ഉപദേശിച്ച്, അങ്ങനെയുള്ള ഒരു വിഭാഗം അവർ വിജയിച്ചവരാണ്. അല്ലാത്തവർ മുഴുവൻ പരാജിതരാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയത് നമ്മുടെ ജീവിതത്തിൻ്റെ ടൈമിൻ്റെ പ്രാധാന്യത്തെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിന് ഒരു റൂട്ട് ഓരോ ദിവസത്തിൻ്റെ ജീവിതത്തിനും നമുക്കുണ്ടായിരുന്നാൽ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനമാണ്. സമയത്തിൻ്റെ വില എന്താണ് എന്ന് ചോദിച്ചാൽ അത് വില മതിക്കാനാകാത്തതാണ് എന്നൊറ്റയടിക്ക് എല്ലാവരും പറയും. സ്വത്തും ആരോഗ്യവും സമയവും സ്വാധീനവും അതെല്ലാം ഒരേ അളവിലല്ല നമ്മെ ബാധിക്കുന്നത്. സമ്പത്തിൻ്റെ സ്വഭാവമല്ല സമയത്തിനുള്ളത്. ഒഴുകിപ്പോകുന്ന ഒരു നദിയാണ് നമ്മുടെ ജീവിതം. ആ നദി ഓരോ ഭാഗത്ത് ടച്ച് ചെയ്തിങ്ങനെ പോകുന്ന ഒരു തുള്ളി വെള്ളം രണ്ടാമത് അതുവഴി വരില്ല.
അതൊഴുകി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തുള്ളിയും ഈ പാറയെ തഴുകി തലോടി താഴോട്ട് പോയാൽ ഇനി ജീവിതത്തിൽ ഒരിക്കലും രണ്ടാമത് ആ കല്ലിനെ തലോടാൻ ആ തുള്ളി വെള്ളം എത്തുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളൊക്കെ അങ്ങനെയാണ്. ഒരു നിമിഷം പോയാൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല. സ്വത്തങ്ങനെയല്ല. സമ്പൂർണമായി തകർന്ന് തരിപ്പണമായ ബിസിനസ്സുകാരൻ രണ്ടാമത് പച്ച പിടിച്ചു വരുന്നത് അവൻ്റെ കഠിനാധ്വാനം കൊണ്ട് നമ്മൾക്ക് അനുഭവങ്ങളുണ്ട്. നഷ്ടപ്പെട്ട സ്വത്തുകൾ വീണ്ടെടുക്കാൻ കഴിയും, സമയം കഴിയില്ല. ആയുസ് വീണ്ടെടുക്കാൻ കഴിയില്ല, ഒരു നിമിഷം പോലും സാധിക്കില്ല. എങ്കിൽ ഈ നിമിഷത്തിന് എന്ത് വിലയിടണം? ഒരിക്കലും നമുക്ക് വീണ്ടെടുക്കാൻ കഴിയാത്ത നമ്മുടെ ഒരു മിനിറ്റ്, അതിന് എന്ത് വില കൊടുത്താണ് നാം ശേഖരിക്കുക? അതിന് വിലയില്ല. വില കൊടുത്താൽ കിട്ടില്ല, എത്ര അധ്വാനിച്ചാലും കിട്ടില്ല. എങ്കിൽ അത് വളരെ പ്രധാനമാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ആസൂത്രണമുള്ളവരായിരിക്കണം. ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? അതിന് നമുക്ക് കലണ്ടർ ഉണ്ടാകണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇന്ന് ചെയ്യേണ്ടത് ടു ഡു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ട് ഓരോ ടാസ്കും നാം പൂർത്തിയാക്കി കഴിഞ്ഞ ശേഷം അത് പൂർത്തിയായി എന്നുകൂടി രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് സമയം വളരെ നന്നായി വിനിയോഗിക്കാൻ കഴിയും. കാര്യമായ ജോലിയൊന്നുമില്ലാത്തവർക്ക് പലപ്പോഴും നാം കേട്ടിട്ടുള്ളതാണ്, എന്തെങ്കിലും ഒരു ജോലി അവരെ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് സമയം കിട്ടൂല എന്ന് പറയാം. എന്താണ് അവൻ്റെ ജോലി? കാര്യമായ ഒന്നുമില്ലതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് സമയം കിട്ടാതിരിക്കും. കാരണം ടൈം മാനേജ്മെൻറ്റ് തീരെയില്ല. വെറുതെ പോവുകയാണ്. അതെങ്ങനെ ചെലവഴിക്കണമെന്ന് പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് അവനൊന്നിനും സമയമില്ല. എന്നാൽ 100 കൂട്ടം ജോലികൾ, 100 കൂട്ടം ഉത്തരവാദിത്തങ്ങൾ തലയിലുള്ള നമ്മുടെ നേതാക്കന്മാർ തന്നെ, യുവനേതാക്കന്മാരും നമ്മുടെ മുതിർന്ന നേതാക്കന്മാരും, അവർക്ക് എല്ലാറ്റിനും ടൈമുണ്ട്. അതെന്താണ്? ടൈം മാനേജ്മെൻറ്റിൻ്റെ ഗുണമാണ്. ഇന്നവർക്ക് 10 പരിപാടി ഉണ്ടാകാം, എല്ലാറ്റിനും അവർ ടൈമിന് എത്തും. ചിലപ്പോൾ അല്പം വൈകിയാലും കാര്യങ്ങൾ നടക്കും. ഒരു പരിപാടി ഇല്ലാത്തവന് ഒന്നും നടക്കാതെ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ സമയം ക്രമീകരിക്കുക വളരെ പ്രധാനമാണ്. അൽ വഖ്തു സൈഫുൻ ഇല്ലം തഖ്തഅഹു ഖതഅക്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്, ടൈം ഒരു മൂർച്ചയുള്ള വാളാണ്, ഇരുതല മൂർച്ചയുള്ള വാള്. അത് അശ്രദ്ധമായി ഉപയോഗിച്ചാൽ ഇങ്ങോട്ട് പിടിച്ചാലും അങ്ങോട്ട് പിടിച്ചാലും മുറിവാകും. എന്നാലോ വിദഗ്ധമായി അത് ഉപയോഗിക്കുമെങ്കിൽ, ഇരുതല മൂർച്ചയുള്ള വാള് വിദഗ്ധമായി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് അവന് പടവെട്ടി മുന്നേറാൻ അത് തന്നെ മതി. അല്ലെങ്കിലോ സ്വന്തം കൈമുറിയും കാലുമുറിയും, ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സ്വന്തം ആയുധം മതി. ഇതേപോലെയാണ് ടൈം. അത് യൂട്ടിലൈസ് ചെയ്യുന്നത് വളരെ വിദഗ്ധമായിരിക്കണം, ബുദ്ധിയോടുകൂടെ, തൻ്റെ ഇടത്തോടുകൂടെ, ആസൂത്രണത്തോടുകൂടെ ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ സമയം തന്നെയാണ് നമ്മെ രക്ഷപ്പെടുത്തുന്നത്. എന്നാൽ ഇത് പാഴാക്കി കളയുമ്പോൾ ഈ സമയം തന്നെയാണ് നമുക്ക് വിനയായി വരിക. സമയം അല്ലാഹു തആല എല്ലാവർക്കും ഒരേപോലെ നൽകിയ അനുഗ്രഹമാണ്. സ്വത്തും ആരോഗ്യവും ഒന്നും അങ്ങനെയല്ല, എല്ലാവർക്കും അതിൽ തുല്യതയില്ല. എന്നാൽ സമയം എല്ലാവർക്കും 24 മണിക്കൂർ എല്ലാ ദിവസവും ഉണ്ട്. എന്നാൽ ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയൊഴുക്കിയ വലിയ വലിയ പ്രതിഭകളുണ്ട്. ഇസ്ലാമിക ലോകത്തുണ്ട്, ഭൗതിക ലോകത്തുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, വലിയ വലിയ ഭിഷഗ്വരന്മാരുണ്ട്, എത്രയെത്ര ആളുകളുണ്ട്. ഇന്നും ലോകം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, അഭിമാനത്തോടുകൂടെ ഓർത്തുകൊണ്ടിരിക്കുന്ന എത്രയെത്ര വ്യക്തിത്വങ്ങളുണ്ട്. അത് ഈ ഇരിക്കുന്നത് പോലെയുള്ള ആളുകൾ തന്നെയാണ്. അവർക്ക് 24 മണിക്കൂർ തന്നെയാണ് ദിവസങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. വലിയ വലിയ അഇമ്മത്ത്, വലിയ പണ്ഡിതന്മാർ, വലിയ ശാസ്ത്രജ്ഞന്മാർ, വലിയ രാഷ്ട്രമീമാംസകർ, വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവർ, നാം എല്ലാം കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന
ഈ സൗകര്യങ്ങൾ, ഈ ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാൻ ഇതിന് വലിയ ധാരാളം ശാസ്ത്രജ്ഞന്മാരുമായി നാം കടപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ മൺമറഞ്ഞു പോയവരാണ്. പക്ഷേ ഇന്നും സമൂഹം അവരെ ആദരവോടെ ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? സമയത്തിന് അവർ മാനേജ്മെൻ്റ് ഉണ്ടായിരുന്നു, പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ പ്ലാനിങ് കൊണ്ട് അവർക്ക് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ധാരാളം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞു. ഇതേ സമയം നമുക്കൊക്കെ അള്ളാഹു തന്നിട്ടുണ്ട്. 24 മണിക്കൂർ നമുക്കുമുണ്ട്. വെറുതെ കിടന്ന് കാലം കഴിയുന്ന ആളുകളുണ്ട്. മൊബൈല് ഫോണ് നമുക്ക് സമയം കൊല്ലാനുള്ള നല്ലൊരു സാധനമാണ്. എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഒരു മടുപ്പുമില്ലാതെ, മറ്റേ മുമ്പൊക്കെ ടൈം പാസിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയാതെ വെറുതെ ഇരുന്ന് ബോറടിച്ച് ഉറങ്ങിത്തീർക്കുന്നത് പോലെയല്ല ഇന്നത്തെ യുവത്വം. അവർക്ക് ടൈം പാസിന് എല്ലാ സംഗതികളും അവരുടെ കയ്യിലുണ്ട്. എന്നാൽ അവർക്കോ അവരുടെ കുടുംബത്തിനോ അവരുടെ സമൂഹത്തിനോ ഉപകാരപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഇത് അവരെ തിരിഞ്ഞു കൊത്തുന്ന ഒരു സർപ്പമായി തീരും. ലാ തസൂലു ഖദമ ഇബ്നി ആദം ഹത്താ യുസ്അല അൻ അർബ. 4 കാര്യത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കും. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞല്ലാതെ മഹ്ശറിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ കാല് മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. അവനെ അവിടെ നിർത്തിയിരിക്കുകയാണ്. അള്ളാഹു ചോദിക്കും. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? അൻ ഉംരിഹി ഫീമാ അഫ്ന. ടൈമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, വയസ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നിന്റെ വയസ്സ് നീ എന്ത് ചെയ്തു? മറുപടി പറയാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ആരാ ഒഴിവാവുക? ആരാണ് വിചാരണയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ വിചാരണയിൽ നിന്ന് ഒഴിവാവുക? ഒരാൾക്കും സാധ്യമല്ല എന്നാ പറഞ്ഞു. അൻ ഉംരിഹി ഫീമാ അഫ്ന. നിന്റെ വയസ്സിനെ കുറിച്ച് ചോദിക്കും. 60 വയസ്സ് 70 വയസ്സ് തന്ന നീ എങ്ങനെ ജീവിച്ചു എന്നാ ചോദിക്കുന്നു. വയസ്സിനെ കുറിച്ച് മൊത്തത്തിലൊരു ചോദ്യം ചോദിച്ച ശേഷം നമ്മെക്കുറിച്ച് പ്രത്യേക ഒരു ചോദ്യമുണ്ട്. അത് വേറെ ആർക്കുള്ളതല്ല, യുവാക്കൾക്കുള്ളതാണ്. വഅൻ ശബാബിഹി ഫീമാ അബ്ല. യുവത്വത്തെക്കുറിച്ച് ചോദിക്കുന്നു. നിന്റെ യുവത്വം, നീ എന്ത് ചെയ്തു? നിന്റെ യുവത്വം അത് നമ്മുടെ ആയുസ്സിൽപ്പെട്ടതല്ലേ? ആദ്യത്തെ ചോദ്യത്തിൽ അൻ ഉംരിഹി ഫീമാ അഫ്ന, വയസ്സിനെ കുറിച്ച് ചോദിച്ചു. നിന്റെ വയസ്സ് നീ എന്ത് ചെയ്തു? അതിൽ പെട്ടതാണ് യുവത്വകാലം. പക്ഷേ യുവത്വകാലത്തെക്കുറിച്ച് പ്രത്യേക വിചാരണയുണ്ട്. നീ എന്ത് ചെയ്തു നിന്റെ യുവത്വം? നമുക്ക് മറുപടി ഉണ്ടാക്കണം. ആ മറുപടി നാം ഇവിടെ നിന്ന് ശേഖരിച്ചു പോകണം. അള്ളാഹുവേ, എൻ്റെ യുവത്വം നിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയാൻ ഇവിടെയുള്ള പണ്ഡിതന്മാർക്ക്, മുതഅല്ലിമുകൾക്ക്, സാധാരണക്കാർക്ക് എല്ലാം സാധിക്കും. ദീനുൽ ഇസ്ലാമിന് വേണ്ടി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ യുവത്വം ചെലവഴിക്കാൻ ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല. അത് ഇൽമിൻ്റെ അഹ്ലികാർക്ക് മാത്രമല്ല. അത് സാധാരണക്കാർക്ക് അവരുടെ യുവത്വം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കാൻ എത്ര മാർഗങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ. ഒറ്റക്കാകുമ്പോൾ അതിന് പരിമിതിയുണ്ട്. യദുല്ലാഹി അലൽ ജമാഅ. അല്ലാഹു തആല സമൂഹത്തിന് ബറക്കത്ത് നൽകും. നമ്മുടെ ഈ സാമൂഹിക ഈ സംഘടന സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല മനുഷ്യ സമൂഹത്തിനൊന്നാകെ സേവനം ചെയ്തുകൊണ്ട് മുന്നേറുകയാണ്. നമ്മുടെ സാന്ത്വനം അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കൊക്കെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവത്വം ധന്യമാക്കാൻ സാധിക്കും. അല്ലാഹു തആല രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം യുവത്വത്തെക്കുറിച്ചാണ്. ഫീമാ അബ്ല, നിന്റെ യുവത്വം നീ എങ്ങനെ ചെലവഴിച്ചു? വഅൻ മാലിഹി. മഹ്ശറിൽ നിന്ന് ചോദിക്കുന്ന വേറെ 2 ചോദ്യങ്ങൾ സമ്പത്തിനോട് ബന്ധപ്പെട്ടതാണ്. സമ്പത്തിനെ കുറിച്ച് ചോദിക്കുന്നു. മിൻ ഐന ഇക്തസബ, നീ എങ്ങനെ കാശുണ്ടാക്കി? ഇസ്ലാമിന് സമ്പത്തിനെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ട്. അല്ലാഹു തആല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണത്. സമ്പത്ത് എങ്ങനെ നേടി? ഇന്ന് ധനാഗമന മാർഗങ്ങൾ ഏറെയാണ്. ധനം ആവശ്യമില്ലാത്ത ഒരാളും ഈ കൂട്ടത്തിലില്ല. ആരാണ് സാഹിദീങ്ങൾ? നമ്മുടെ ഉസ്താദുമാരൊക്കെ ഉണ്ടാകും. ധനം ആവശ്യമുള്ളവർ തന്നെയാണ് എല്ലാവരും. പക്ഷേ
മിൻ ഐനക്തസബ, നിൻ്റെ കയ്യിൽ വന്ന ഓരോ രൂപയെക്കുറിച്ചും ഓരോ ദിർഹമിനെ കുറിച്ചും ഓരോ ഡോളറിനെ കുറിച്ചും ചോദ്യമാണ്. എങ്ങനെ കിട്ടി, എങ്ങനെ കിട്ടി എന്ന് അതിൻ്റെ സോഴ്സ് വളരെ കൃത്യമായിരിക്കണം. ഇവിടെ സർക്കാരും ചോദിക്കും, എൻഫോഴ്സ്മെൻ്റ് അധികൃതർ ചോദിക്കും, നിനക്ക് ഈ കാശ് എങ്ങനെ കിട്ടി? അവർ ഹലാലോ ഹറാമോ എന്നൊന്നല്ല ചോദിക്കുന്നത്, വൈറ്റ് മണിയാണോ ബ്ലാക്ക് ആണോ, എങ്ങനെ കിട്ടിയതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ വൈറ്റ് മണി ആയിരിക്കണം നമ്മുടെ സ്വത്ത്. ബ്ലാക്ക് അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു ഫിൽസ് പോലും, ഒരു രൂപ പോലും നമ്മുടെ സമ്പത്തിലേക്ക് വരാതിരിക്കുക. കാരണം അങ്ങനെ വന്നാൽ നമ്മുടെ സമ്പത്ത് മാത്രമല്ല നാശത്തിലാവുക, നാമും നമ്മുടെ കുടുംബവും അപകടത്തിൽപ്പെട്ടു പോകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കുല്ലു ലഹ്മിൻ നബത മിനസ് സുഹ്തി ഫന്നാറു ഔലാ ബിഹി. ഹറാമായ മാർഗത്തിലൂടെ ധനം ശേഖരിച്ച, ആ ധനം ഉപയോഗിച്ച് വളർന്ന എല്ലാ ശരീരവും നരകത്തിനോട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നാം മാത്രമല്ല, നമ്മുടെ മക്കളെയും നമ്മൾ അപകടപ്പെടുത്തുകയാണ് അവിടെ. ഹലാലായ സ്വത്തുക്കൾ മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഉപയോഗത്തിലേക്ക് വരാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ചോദ്യം, സ്വത്ത് എവിടെ നിന്ന് കിട്ടിയെന്ന അള്ളാഹുവിൻ്റെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വഫീമ അൻഫഖ, സ്വത്ത് എങ്ങനെ നീ ചെലവഴിച്ചു. നമ്മൾ സ്വത്ത് ചെലവഴിക്കാൻ ധാരാളം മാർഗങ്ങൾ നമുക്കിന്നുണ്ട്. നമ്മുടെ ഉപ്പാപ്പമാർക്കൊക്കെ കൂടുതലൊന്നും മാർഗങ്ങളില്ല. അവരുടെ കാശുകൾ വീട്ടിലേക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങുക, വീടൊക്കെ നന്നാക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളൂ. തോന്നിവാസങ്ങളിലേക്ക് ചെലവഴിക്കാൻ അവർക്ക് സൗകര്യങ്ങൾ കുറവായിരുന്നു അന്ന്. ഇന്നെല്ലാ സൗകര്യങ്ങളുമുണ്ട്. അല്ലാഹു തആല നമ്മുടെ സമ്പത്തിനെക്കുറിച്ച് എങ്ങനെ കിട്ടിയെന്നും എങ്ങനെ ചെലവഴിച്ചു എന്നും ചോദിക്കും. ഈ 4 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞ ശേഷം മാത്രമേ മഹ്ശറിൽ നിൽക്കുന്ന ഒരുത്തൻ്റെ കാല് മുന്നോട്ടെടുത്ത് വെക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിതാന്തമായ പ്രവർത്തനങ്ങളിലായിരിക്കണം, എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിരിക്കും. എന്നാൽ അതിനിടയിൽ ബ്രേക്കും ആവശ്യമാണ്. വിശ്രമമില്ലാതെ നിരന്തരമായ പ്രവർത്തനങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. എന്നെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അലം ഉഖ്ബർ അന്നക തസൂമുൽ നഹാറ വതഖൂമുൽ ലൈൽ. എന്നെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതാ, ഞാൻ കേട്ടല്ലോ നീ രാത്രി മുഴുവനായും നിസ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഉറക്കില്ലാതെ, ഒരു പകലും വിശ്രമിക്കാതെ നോമ്പെടുക്കും. പെരുന്നാളിനും അയ്യാമത്ത് ശരീഖിനും നോമ്പ് സഹീഹാവില്ല. അല്ലാത്ത ദിവസങ്ങളിൽ മുഴുവനായും നോമ്പെടുക്കുമെന്നും നീ ശപഥം ചെയ്തതായി കേട്ടല്ലോ, ശരിയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നി അഫ്അലു ദാലിക്, ഞാൻ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് പാടില്ല. കുംവനം, നീ രാത്രി നിസ്കരിച്ചോ, പക്ഷേ ഉറങ്ങുകയും വേണം. വസും വാഫ്തിർ, നോമ്പെടുത്തോ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കൊടുക്കണം. അങ്ങനെ ഇല്ലാതിരുന്നാൽ നിൻ്റെ കണ്ണ് കുഴിഞ്ഞു പോകും. ഉറക്കില്ലാതെ നിസ്കരിച്ചാൽ നിൻ്റെ ശരീരം ക്ഷയിച്ചു പോകും, നീ പ്രയാസപ്പെട്ടു പോകും. അപ്പോൾ നമ്മുടെ ടാസ്കുകൾ തീരുമാനിക്കുകയും ടൈം മാനേജ്മെൻറ്റിന് ആവശ്യമായ പ്രാധാന്യം കൊടുക്കുകയും ചെയ്ത് നമ്മുടെ ജീവിതം ധന്യമാക്കുമ്പോൾ നമുക്ക് ഇരുലോക വിജയത്തിന് അത് കാരണമാകും. അല്ലാതിരുന്നാൽ നമ്മുടെ ആയുസ്സും നമ്മുടെ യുവത്വവും നമ്മുടെ സമയവും തന്നെ നമുക്ക് പാരയായി വരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.